സാധാരണഗതിയിൽ പരസ്പരം ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത രണ്ട് ജീവികൾ ഇനി പറയുന്നവയിൽ ആരൊക്കെയാണ്? ഓപ്ഷൻ എ സിംഹവും പുലിയും, ഓപ്ഷൻ ബി കടുവയും കരടിയും, ഓപ്ഷൻ സി പെൻഗ്വിനും ധ്രുവക്കരടിയും, ഓപ്ഷൻ ഡി പുള്ളിപ്പുലിയും കരിമ്പുലിയും, ഓപ്ഷൻ ഇ കങ്കാരുവും പ്ലാറ്റിപ്പസും. സൂവിൽ കണ്ടുമുട്ടുന്നല്ല, ഇതിലത്തെ രണ്ടാൾക്കാര് ഒരിക്കലും അവർ കണ്ടുമുട്ടത്തില്ല. സാധാരണ ആവാസ വ്യവസ്ഥയിൽ. കാട്ടിലൊക്കെ പോയിട്ടുണ്ടോ നീ? കാട്ടില് നമ്മുടെ നാഷണൽ ജിയോഗ്രഫി കാണാറുണ്ട്. ആ സാർ എന്റെ ഒരു ഊഹം മാത്രമാണ് കേട്ടോ, ഒരു ധൈര്യമൊന്നുമില്ല, ഊഹം മാത്രം. സി ആയിരിക്കണം, പെൻഗ്വിനും ധ്രുവക്കരടി. ഊഹം മാത്രമാണ്. എന്തുകൊണ്ടാ അത്? കാരണം ഞാൻ കേട്ടിട്ടുള്ളത് മറ്റേ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞ രണ്ട് സാധനമില്ലേ, ആ സാധനമുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് പെൻഗ്വിൻ, മറ്റേ സ്ഥലത്ത് ധ്രുവക്കരടി. അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടേക്കണത്. പക്ഷെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. കാരണം ഈ കണ്ടുകൂട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഈ രണ്ടും ഒരേ ധ്രുവത്തിലാണെന്ന് എനിക്കറിയില്ല. രണ്ടും ഒരു ധ്രുവങ്ങളിലാണ്, അത് രണ്ടും സെയിം ധ്രുവാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഉള്ള കങ്കാരും പ്ലാറ്റിപ്പസും, അതും എനിക്കൊരു സംശയമുണ്ട്. പ്ലാറ്റിപ്പസ് എന്ന് എനിക്കറിയാൻ പാടില്ല. കങ്കാരു ഓസ്ട്രേലിയയിലാണെന്നറിയാം. ഈ പ്ലാറ്റിപ്പസ് എനിക്കറിയാം. മുട്ടയിടുന്ന സസ്തിനിയാണ് പ്ലാറ്റിപ്പസ്. സാർ എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. താറാവിന്റെ മുഖം ഉണ്ടാവും, അതൊക്കെ ഉണ്ടോ ഈ പ്ലാറ്റിപ്പസ്? നീ ആലോചിച്ചോ, എടുത്തിയാടി പറയണ്ട കാര്യം, വീട് വയ്ക്കാനുള്ളതല്ലേ. എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കണത് പെൻഗ്വിനും ധ്രുവക്കരടിയുമാണ്. പെൻഗ്വിൻ ഏത് ധ്രുവത്തിലാണ് അതിന്റെ അഭിപ്രായത്തിൽ? അന്റാർട്ടിക്കയിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് ഏതാടേ ധ്രുവം? ഏതാടേ? ദക്ഷിണ ധ്രുവമാണോ? ഈ ഭാഗത്തായിരിക്കും. പൊക്കത്തിലോ? പൊക്കത്തില്. നീ പോയിട്ടുണ്ടോ അന്റാർട്ടിക്ക? പോയിട്ടില്ല. ഇന്ന് പോണം, ചെലവ് ഞാൻ തരാം. ധ്രുവക്കരടി എവിടെ ഇരിക്കും അപ്പോ? ധ്രുവക്കരടി പെൻഗ്വിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. അറിയാൻ പാടില്ല. അപ്പൊ ഏത് ഓപ്ഷനാ നീ കൂട്ടുന്ന ഇപ്പോ? എനിക്ക് പേടിയാണ്. കാരണം നിന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയാലേ? ഇപ്പോ ഹാർട്ട് ബീറ്റ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഹാർട്ട് ബീറ്റ് കുട്ടേട്ടൻ. ഇത് ഹൃദയം തന്നെയാന്നോടെ? ഇത് 120 126. അത് ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ലൈറ്റ് കുറച്ച് കൂടുതൽ അടിക്കേ, ഹാർട്ടിന്റെ ഇത് കുറയട്ടെ. അപ്പൊ നീ ഒന്നുകൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഉത്തരം കിട്ടും. നിനക്ക് ഉത്തരം അറിയാം ശരിക്കും. പെൻഗ്വിനും ധ്രുവക്കരടിയും ലോക്ക് ചെയ്യാം. അല്ല, എന്ത് സംഭവിക്കട്ടെ, വീട് വെക്കണമെന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിനക്കൊരു വീട് വെച്ച് വരാൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുക. അല്ല, അങ്ങനെ വേണ്ട, നമുക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല. നീ ആടാൻ പിടിക്കാൻ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ വെക്കാനാണ് പഞ്ചായത്തിൽ കൊടുത്താൽ പോരെ. ഇവിടെ വരെ വരേണ്ട കാര്യമില്ല. ഒരു ഇത് അവിടെ കൊടുത്താൽ മതി, അവർ വെച്ച് തരും. നമുക്ക് നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പേരയില്ല. കാരണം അല്ലെങ്കിൽ ആൾക്കാർ പോകുമ്പോൾ അതാ പഞ്ചായത്തിൽ നിന്ന് വെച്ച് വരണം, അവന്റെ അധ്വാനം കൊണ്ടല്ലെന്ന് പറയും. അത് ഞങ്ങൾക്ക് വേണ്ട. നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചു. എനിക്ക് ശ്രീകണ്ഠന്റെ ഒരു പടം എനിക്ക് തരണം കേട്ടോ. ഇനി വീട്ടിൽ വെക്കാനാ കാര്യം, സ്വന്തമായിട്ട് അധ്വാനിച്ച് എല്ലാം ചെയ്യാവുന്നുള്ള നിന്റെ ഈ ഫിലോസഫി ഉണ്ട്. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ, നീ സൂക്ഷിച്ചടന്നു. അപ്പോ പെൻഗ്വിനും ധ്രുവക്കരടിയും. ഒരു സെക്കൻഡ്, ഞാൻ കൂട്ടുന്നതിന് മുമ്പ് ചോദിക്കട്ടെ. ആദ്യ ഇത് ശരിയായിരിക്കോ? അവനത് കൂട്ടി. അവൻ അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരിൽ എനിക്കും വിശ്വാസമുണ്ട്. അത് ശരിയാണെന്ന് തന്നെയാണ് എന്റെയും. ആണല്ലേ?